എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മാംഗോ സർബത്താണ്. ഈ ഒരു ചൂട് കാലത്ത് ശരീരത്തിന് നല്ല കുളിർമ കിട്ടാനും നമ്മുടെ വയറ് നിറയാനും മനസ്സ് തണുക്കാനും ആർക്കും വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാനും ഈ ഒരു വേനൽ അവധിക്കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി തയ്യാറാക്കി കൊടുക്കാനും സാധിക്കും. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് മാംഗോ സർബത്ത് നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് മാംഗോ സർബത്ത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള 1/2 ലിറ്റർ പാലിൽ നിന്നും ഇത്രയും പാലൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി പാലൊന്ന് തിളച്ചു വരട്ടെ. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും ഈ ഒരു പൊടി എടുക്കരുത്. നമുക്കൊരു ലൈറ്റായിട്ടൊരു കളർ ഷെയ്ഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, പാലിനൊരു കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് നിങ്ങൾ ചേർത്ത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു വിഭവത്തിന് ഒരു തരി പോലും രുചി ഉണ്ടാവില്ല കേട്ടോ. നല്ല കട്ടി കൂട്ടി ചെയ്യരുത്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കുടിക്കാൻ പരുവത്തിനാണ് ആക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ പാലിലേക്ക് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. അധികമൊന്നും കളറില്ല. ലൈറ്റ് യെല്ലോ കളറിലാണ് നമുക്ക് ഈ പാല് കിട്ടിയിട്ടുള്ളത്. പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടെ ചേർക്കാം. നമ്മുടെ വീട്ടിൽ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് മധുരം ചേർക്കാതെ വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട്. തിളക്കുന്ന പാലിലേക്ക് ഒരു നുള്ളുപ്പ് ചേർക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. പാല് തിളച്ച് വരുമ്പോഴേക്ക് ഇതൊന്ന് നല്ല കട്ടിയായിട്ട് മാറും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു കട്ടി പാലിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവെടുത്താൽ മതിയാകും. ഈ ഒരു യെല്ലോ കളർ ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾ 1 സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ പാല് ഇവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു 60 ഗ്രാം അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നല്ലതുപോലെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് പാല് തിളച്ച് കട്ടിയായി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. നമുക്കുടൻ തന്നെ ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു പാലിന്റെ ചൂടൊന്ന് ആറി വരട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ ആറി വരുന്നതിന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഐസ് ചേർത്ത് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഇതുപോലെ പുറത്ത് തന്നെ വെച്ചാൽ മതിയാകും കേട്ടോ. തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കായിട്ട് ഒരു കാര്യം കൂടെ ചെയ്തെടുക്കണം. ഞാനിവിടെ 2 മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മാമ്പഴം ഒന്ന് ഇതിന്റെ തോലിൽ നിന്നും അടർത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാമ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് അടർത്തി നമുക്ക് എല്ലാ മാമ്പഴവും നല്ല പീസുകളായിട്ട് തന്നെ നമുക്കിവിടെ എടുക്കാൻ സാധിക്കും. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് അടർത്തിയെടുക്കാം. അടുത്ത മാമ്പഴവും നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 മാമ്പഴവും നമുക്ക് ഒന്ന് കോരിയെടുക്കണം. ഇനി മാമ്പഴത്തിന്റെ ആ ഒരു കാമ്പ് മുഴുവനും നമുക്ക് ചീവിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ മാമ്പഴം ഞാനിതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി പാലിന്റെ ചൂടാറിയതിനു ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാലിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴ കഷ്ണങ്ങൾ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവില് സാഗോ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. 1 സ്പൂൺ അളവില് ചിയാ സീഡ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലും കൂടെ അങ്ങനെ നല്ലോണം തന്നെ ഞാനിവിടെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 നുള്ള് വാനില എസൻസ് കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഏലക്കപ്പൊടിയും ചേർക്കാവുന്നതാണ്. അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1 നുള്ള അളവിൽ ചേർത്താൽ മതിയാകും. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ശരീരവും തണുക്കാനും അതുപോലെ നമ്മുടെ വയറ് നിറയാനും വളരെ തന്നെ നല്ലതാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.